ഒരു നല്ല മഴയുള്ള ദിവസം പാടത്തിന്റെ വരമ്പത്തുകൂടി ബാല്യകാല സ്മരണകൾ അയവിറക്കി അവൾ നടക്കുകയായിരുന്നു. അമ്പലക്കുളവും നാഗക്കാവും എല്ലാം പഴയ പോലെ തന്നെ, ഒരു മാറ്റവുമില്ല. അവൾ ചിന്തിച്ചു. മുമ്പ് സ്കൂൾ അവധിക്കായിരുന്നു അവൾ ഇവിടെ വരാറുള്ളത്. തറവാട്ട് വീട്ടിൽ അവളും അമ്മൂമ്മയും മാത്രമുള്ള ആ ദിവസങ്ങൾ അവൾക്കേറെ പ്രിയമുള്ളതായിരുന്നു. കുളത്തിലെ കുളിയും കുട്ടികളുമായുള്ള കളികളും അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അമേരിക്കയിലെ ജോലി തിരക്കിനിടയിൽ അവളുടെ അച്ഛനും അമ്മയ്ക്കും പരസ്പരം സംസാരിക്കാൻ പോലും സമയം കിട്ടാറില്ല. എങ്കിലും അവൾ അവരെ നല്ല മനുഷ്യത്വമുള്ള കുട്ടിയാക്കി വളർത്തി. എല്ലാ അവധിക്കും അവർ അവളെ നാട്ടിൽ പറഞ്ഞുവിടും. നാട്ടിലെ സംസ്കാരവും പച്ചപ്പും മനുഷ്യരെയും കണ്ടും അനുഭവിച്ചും പഠിച്ചും വളരണമെന്ന് അച്ഛൻ എപ്പോഴും അവളോട് പറയാറുണ്ടായിരുന്നു. ഇതിലെല്ലാം ഉപരി വീട്ടിലെ നല്ല മധുരമുള്ള മാമ്പഴത്തിന്റെ രുചിയും ചക്കയും അങ്ങനെയെല്ലാം അവളെ വളരെ ആകർഷിച്ചു. ഇത്തവണ നല്ല മഴയാ, എങ്കിലും ഭൂമിയെ കാണാൻ എന്തു ഭംഗിയാലേ അമ്മുമ്മേ, അവൾ ചോദിച്ചു. അതില്ലേ പ്രകൃതി, അവൾക്ക് പട്ടാളക്കാരേക്കാൾ ചിട്ടയാ. എപ്പോ ഏതൊക്കെ മാസം എങ്ങനെയൊക്കെ വരണമെന്ന് അവർക്കറിയാം, അമ്മുമ്മ പറഞ്ഞു. അമ്മുമ്മേ, നാട്ടിലെ ഉത്സവങ്ങളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമാ. ആനകളും മേളക്കാരും ഇതിനൊക്കെ ആരെ തുടക്കം കുറിച്ച്? അതൊക്കെ പണ്ട് മുതലേ ഉള്ളതാ ആചാരങ്ങളല്ലേ. രാജാക്കന്മാരുണ്ടായിരുന്ന കാലം മുതലേ ഉള്ളതാ ഇതൊക്കെ. ഇതും പറഞ്ഞ അമ്മുമ്മ വിശറി വീശിക്കിടന്നു. അപ്പൊ രാജാക്കന്മാർ പറഞ്ഞു ആനകളും മേളക്കാരും ഒക്കെ വേണമെന്ന്? ഹോ, ഈ കുട്ടി ഒന്ന് പോകുന്നുണ്ടോ? എനിക്കറിയില്ല ഇതൊന്നും. മനുഷ്യനൊന്നും നടുനിർത്താന്ന് വെച്ചാൽ അതിന് സമ്മതിക്കില്ലേ? അമ്മുമ്മ കുശുംബിയാ. അവളുടെ മനസ്സിൽ സംശയങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു. വൈകുന്നേരം കുട്ടികൾ കുറേ വരും കളിക്കാൻ. തോട്ടിൽ പോയി മീൻ പിടിച്ചും കുളത്തിൽ കുളിച്ചും അങ്ങനെ എത്രയധികം രസമുള്ള കാഴ്ചകളും കളികളുമാണ് ഇവിടെയുള്ളത്. ഇടിവെട്ടി മഴ പെയ്യുന്ന രാത്രികളിൽ പുതപ്പിന്റെ അടിയിൽ അവൾ അവളെ തന്നെ ഒളിച്ചു വെക്കും. പേടിയാണ് അവൾക്ക് മിന്നലിനെ. എങ്കിലും അവൾ അതിനെ ഇഷ്ടപ്പെടുന്നു. വെള്ളത്തിന്റെ കുമിളകളെ പോലെ പെട്ടെന്ന് പൊട്ടുമെന്ന് അറിഞ്ഞിട്ടും അവ ഇത്ര ഭംഗിയായിട്ടാ വീർത്തു വരുന്നത്. ഇതും ഓർത്ത് ഇരിക്കുമ്പോഴാണ് അമ്മുമ്മ ഉണ്ടാക്കിയ ഉപ്പിലിട്ട മാങ്ങയുടെ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. കൂട്ടുകാർ വരട്ടെ, അത് എല്ലാവർക്കും കൂടി കഴിക്കാമെന്ന് അവൾ വിചാരിച്ചു. വൈകുന്നേരമായി. ചായ കൂടി കഴിഞ്ഞ് എല്ലാവരും കളിക്കാനെത്തി. പെട്ടെന്ന് പറഞ്ഞു വെച്ചതുപോലെ നല്ല കാറ്റ് വീശാൻ തുടങ്ങി. അപ്പുറത്തെ വീട്ടിലെ ശാരദ ചേച്ചി അപ്പുനെ വിളിക്കാൻ തുടങ്ങി. അപ്പു, മതി കളിച്ചത്, മഴ വരാൻ പോവാ. എല്ലാവരും കളി നിർത്തി വീട്ടിലേക്ക് ഓടി. അവർ മാത്രമല്ല, കിളികളും മൃഗങ്ങളും എല്ലാവരും. പാവം, അവരുടെ ഉപ്പുമാങ്ങ തിന്നാനുള്ള മോഹം മഴയിൽ അലിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തെങ്കിലും ആവട്ടെ. മുറിയിൽ നിന്നും അമ്മൂമ്മയുടെ ശബ്ദം. മോളെ, അച്ഛൻ വിളിച്ചിരുന്നു. നാളെ ആണത്രേ നിന്റെ മടക്കയാത്ര. റെഡിയായി ഇരിക്കാൻ പറഞ്ഞു. സമയവും ദിവസങ്ങളും എത്ര പെട്ടെന്നാ പോകുന്നേ, അവൾ ചിന്തിച്ചു. ആ രാത്രി മുഴുവൻ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. മഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് അവളും